അങ്ങനെ ആ കേസും പൊളിഞ്ഞോ എന്നുള്ളതാണ്. കേസില്ല എന്ന് മന്ത്രിയുടെ ഭാര്യ മന്ത്രിയോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിയുടെ ഭാര്യയെ വിളിച്ചു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. കെ ബി ഗണേഷ് കുമാർ ഭാര്യ ബിന്ദുമേനോനുമായി സംസാരിച്ചു. ഇപ്പോൾ കേസിലൊരു നിർണായകമായ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. മന്ത്രി വിളിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിന്ദുമേനോനോട് വിളിച്ച് ക്ഷമ പറഞ്ഞു എന്നുള്ള വിവരമാണ്. അതിൽ ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നു. സായി, അങ്ങനെ മന്ത്രി ഈ കുരുക്കിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടുകയാണ്. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, താൽക്കാലിക ആശ്വാസം ഗണേഷ് കുമാർ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ വിവാദങ്ങളിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു അനുനയ നീക്കം, ഇതിലൊരു ഒത്തുതീർപ്പ് ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തന്റെ ഭാര്യ ഗണേഷ് കുമാർ വിളിക്കുന്നു, ഇതിൽ ഒരു ക്ഷമാപണം നടത്തുന്നു. അങ്ങനെ അക്കാര്യം ഇപ്പോൾ അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഗണേഷ് കുമാറിന്റെ പ്രതികരണം കേട്ടപ്പോഴുണ്ടായ ആ ഒരു വൈകാരിക സമയത്താണ് താൻ പല കാര്യങ്ങളും തുറന്നു പറയാൻ ഇടയാക്കിയത്. പിന്നീട് രാത്രി ഗണേഷ് കുമാർ തന്നെ വിളിച്ചുവെന്നും അതിലൊരു ക്ഷമാപണം നടത്തിയെന്നും തെറ്റുപറ്റിയെന്നും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇനിയിപ്പോൾ താൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, തനിക്ക് പരാതിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ബിന്ദുമേനോൻ പരാതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്, പരാതിയുമായി മുന്നോട്ട് പോകില്ല. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ ആ ഒരു രീതിയിൽ അതിലാണ് തനിക്ക് ദേഷ്യമുണ്ടായത്. അങ്ങനെയാണ് പല കാര്യങ്ങളും തുറന്നു പറയാൻ ഇടയായത്. പിന്നീട് രാത്രി ഗണേഷ് കുമാർ തന്നെ വിളിക്കുന്നു, അതിൽ ക്ഷമാപണം നടത്തുന്നു. അതുകൊണ്ടാണ് ഇനി പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇല്ല എന്നിപ്പോൾ ബിന്ദുമേനോൻ തന്നെ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിവാദം അവസാനിക്കുകയാണ്, പരാതിയില്ലാതെ കേസെടുക്കാനാവില്ല എന്ന് പോലീസ് കൃത്യമായി തന്നെ നിലപാടെടുക്കും. ഇപ്പോൾ വിവാദത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. കെ ബി ഗണേഷ് കുമാർ ബിന്ദുമേനോനെ വിളിച്ച് വിഷയം ഒത്തുതീർപ്പായിരിക്കുന്നു. റോഷി, അങ്ങനെ തന്നെ പറയാമോ? വിഷയം ഒത്തുതീർപ്പിലേക്ക് അരുൺകുമാർ, ആദ്യഘട്ടത്തിൽ ഇത് ശനിയാഴ്ചയാണ് സംഭവം വാളകത്തെ വീട്ടിൽ നടക്കുന്നത്. വാളകത്തെ വീട്ടിൽ ശനിയാഴ്ച ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ തന്നെ ഗണേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തായ ഒരു സിനിമാ പ്രവർത്തകൻ ഈ വിഷയം ഒത്തുതീർപ്പിന് ശ്രമിച്ചതാണ്. പിന്നീട് പ്രകോപനം ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായതോടെയാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുമേനോൻ തയ്യാറായത്. പക്ഷെ ഇപ്പോൾ വീണ്ടും അത് ഒത്തുതീർപ്പിനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഒത്തുതീർപ്പായില്ല, അത് പരാതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു നിയമ കുരുക്കിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഗണേഷ് കുമാറിന്റെ വെല്ലുവിളി ത്തിന് ജനവിധി തേടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഒരുങ്ങാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സറണ്ടർ ചെയ്യാനുള്ള ഒരു ആലോചനയിലേക്ക് എത്തിയത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ LDF-ലെ ഘടകകക്ഷികളടക്കം കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കുരുക്കാകുന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉയരുകയും ചെയ്ത് മന്ത്രി അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേരും. ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഓരോ മന്ത്രിമാരായി ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. ഏതായാലും ഈ വിഷയം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് അത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മാത്രമല്ല, അത് LDF നേതൃത്വത്തിനും വലിയ കുരുക്കായി മാറും, അത് പ്രതിസന്ധിയാകും എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഒത്തുതീർപ്പിന്റെ സാധ്യത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉപയോഗിക്കുന്നത്. ബിന്ദു മേനോനുമായി നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തും. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പരാതി നൽകാനുള്ള ഒരു ആലോചന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ പരിഹസിക്കുന്ന ഒരു സമീപനം ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായതോടെയാണ് ബിന്ദു പ്രകോപിതയാകുന്നതും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്, നടന്ന സംഭവങ്ങൾ ഒന്നാകെ തുറന്നു പറഞ്ഞത്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഒരു നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നായിരുന്നു ബിന്ദു പറഞ്ഞത്. അവിടെ മന്ത്രിയുടെ ഡ്രൈവർ കയ്യേറ്റം ചെയ്തു എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് മർദ്ദിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഏതാണ്ട് ഏറെക്കാലമായി മാനസിക പീഡനം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് തനിക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തിലൊന്നും ഒരു നിയമ നടപടിക്ക് തയ്യാറായിരുന്നില്ല. പ്രകോപനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏതെങ്കിലും തരത്തിൽ താനൊരു പരാതി കൊടുത്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനില്ല എന്ന നിലപാടാണ് ബിന്ദുമേനോൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ബിന്ദുമേനോൻ പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ആരുടെയെങ്കിലും കരിയർ നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്നലെ മന്ത്രി നടത്തിയ ഒരു പ്രതികരണത്തിലാണ് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയത്. വൈകാരികമായിട്ടാണ് താൻ പ്രതികരിച്ചത്. അതിൽ മന്ത്രി മാപ്പ് പറഞ്ഞതോടുകൂടി പ്രശ്നങ്ങൾ താൽക്കാലികമായി ഇവിടെ തീരുകയാണ്. ഇനി അതിന്റെ മേൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഒത്തുതീർപ്പായ സ്ഥിതിക്ക് അതൊരു കുടുംബ വഴക്ക് മാത്രമായി അവസാനിക്കുന്നു. സായി, അങ്ങനെ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കുടുംബ വഴക്ക് ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിമാറിയെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ മന്ത്രി രാജിവെക്കേണ്ടതില്ല. മന്ത്രിക്ക്
മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാം. മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിന്റെ വീര്യമിനി കുറയും സ്വാഭാവികമായും. കാര്യം ഇതൊരു കുടുംബ വഴക്കാണ്. ഭാര്യയ്ക്ക് പരാതിയില്ല എന്ന് ഭാര്യ പറയുന്നു, ഒത്തുതീർപ്പിലേക്ക് എത്തി എന്ന് പറയുന്നു, മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടുകൂടി പ്രതിപക്ഷം വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ കൊണ്ടുവന്ന ഒരു വലിയ ആയുധം നിർവീര്യമാവുകയാണോ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആ ആയുധത്തിന്റെ മൂർച്ച കുറയുകയാണ്. ഇവിടെ പോലീസ് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഭാര്യ പരാതി നൽകാതെ ഇതിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് DGP തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേസെടുക്കാനുള്ള ഒരു സാധ്യതയും ഇതിലില്ല. ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഇപ്പോൾ ബിന്ദു മേനോൻ തന്നെ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ഭർത്താവായ ഗണേഷ് കുമാറിനെയോ സർക്കാരിനെയോ പാർട്ടിയോ ഒന്നും മുറിവേൽപ്പിക്കാനോ കളങ്കമേൽപ്പിക്കാനോ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ കൃത്യമായി തന്നെ പറയുന്നു. ഇന്നലെ ഉണ്ടായത്, തന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു വൈകാരിക പ്രകടനമാണ്. ഗണേഷ് കുമാർ പരസ്യമായി തനിക്ക് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചതും എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയത്ത് തോന്നിയ ദേഷ്യത്തിലാണ് അന്ന് നടന്ന സംഭവങ്ങൾ പരസ്യമായി പറയാൻ താൻ തയ്യാറായത്. അതിന് മുൻപ് ഒരിക്കലും അങ്ങനെ പറയണം എന്ന് ആഗ്രഹിച്ചതല്ല. ആ പരാതിയുമായി താൻ മുന്നോട്ട് പോകുന്നില്ല എന്നുകൂടി അവർ ഇപ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അധ്യായം അവിടെ അവസാനിപ്പിക്കണം. ഇന്നലെ രാത്രിയാണ് ഗണേഷ് കുമാർ അവരെ വിളിച്ച്. ആദ്യം അവർ ഫോൺ എടുത്തില്ല, പിന്നീട് സഹോദരിയുമായിട്ടാണ് ആദ്യം സംസാരിച്ചത്. അതിൽ ക്ഷമാപണം നടത്തി, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നാണ് ഇപ്പോൾ ബിന്ദു മേനോൻ തന്നെ പറയുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല. ഈ പരാതിയുമായി പോലീസിലേക്ക് താൻ ഒരു കാരണവശാലും പോകില്ല. അങ്ങനെ മന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ മുന്നണിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കളങ്കമേൽപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി അവർ പറയുകയാണ്. അതുകൊണ്ട് ഇത് ഒത്തുതീർപ്പിലായി എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഒത്തുതീർപ്പിലായതോടുകൂടിയാണ് ഇപ്പോൾ മന്ത്രി തലസ്ഥാനത്തേക്ക് മന്ത്രിസഭാ യോഗത്തിലേക്ക് അടക്കം പോകുന്നത്. ഇനിയിപ്പോൾ അത് മുഖ്യമന്ത്രി അദ്ദേഹം ധരിപ്പിക്കുകയും ചെയ്യും. ഡോക്ടർ റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ആ കേസ് അവസാനിച്ചു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് ഇനി ആ വിഷയത്തിൽ സ്കോപ്പില്ല. ഇനി ഒരു സദാചാര വിഷയം മാത്രമായി അത് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് അതിൽ പരാതിയില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനില്ല, കേസ് ഒത്തുതീർപ്പായിരിക്കുന്നു, ആ പ്രശ്നം ഒത്തുതീർപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ടി യു പ്രസാദ് ഇനി അതിനകത്തൊരു സദാചാര വിഷയം മാത്രമേ ഉള്ളൂ. അതാകട്ടെ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. പ്രതിപക്ഷത്തിന്റെ ആയുധം നിർവീര്യമായോ? അരുൺ, ഇതിലൊരു പ്രശ്നമുണ്ടായിരുന്നത് താൽക്കാലികമായി അത് ഗണേഷ് കുമാറിന് ആശ്വാസമാകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ഭാര്യയായ ബിന്ദു ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അത് ഏറെ നിർണായകമാവുകയായിരുന്നു. ഇനിയിപ്പോൾ ബിന്ദു ഇക്കാര്യം അത് തുറന്നു പറയുമോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ബന്ധപ്പെട്ടവരോടോ അതല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറാകുമോ എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എന്തായാലും പത്തനാപുരത്തും മറ്റിടങ്ങളിലും പ്രതിപക്ഷത്തിന് ചർച്ചയാ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമായി KV ഗണേഷ് കുമാറിന്റെ വിഷയം മാറി എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇനിയിപ്പോൾ പോലീസിലേക്ക് പരാതി കൊടുക്കാൻ ബിന്ദു തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് ആ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. ബിന്ദുവിനോട് മാപ്പ് പറഞ്ഞ് അത് കോംപ്രമൈസ് ആക്കിയതോടുകൂടി ഇനിയിപ്പോൾ LDF-നോ സർക്കാരിനോ അതല്ലെങ്കിൽ CPIM-നോ മുഖ്യമന്ത്രിക്കോ ആർക്കും മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ടിയും വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി എന്ന ഒരു തീരുമാനത്തിലായിരിക്കണം, ഒരുപക്ഷെ ധാരണയിലായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് മന്ത്രിസഭാ യോഗത്തിലേക്ക് വരാനുള്ള തീരുമാനവും ഗണേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും ഉയർന്നു വന്ന വിവാദത്തിൽ ഇന്നലെ മന്ത്രി മാപ്പ് പറയാൻ തയ്യാറായി എന്നുള്ളതാണ്. മാത്രമല്ല അരുൺ, ഇന്നലെ ഉച്ചവരെ ഈ പറയുന്ന ബിന്ദു മേനോന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങളോ പരാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഉപയോഗിച്ച ഒരു മോശമായ വാക്ക്, ആ വാക്കാണ് ബിന്ദുവിനെ പ്രകോപിപ്പിച്ചത്. പിന്നീട് ഈ തലത്തിലേക്കെല്ലാം എത്തിയത്. ഇനിയിപ്പോൾ മാപ്പ് പറഞ്ഞതോടുകൂടി പ്രശ്നം അവസാനിക്കും എന്ന് നമുക്ക് കരുതാം. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെയും BJP-യുടെയും മറ്റ് യുവജന സംഘടനകളുടെയും നീക്കം എന്താണ് എന്നുള്ളതാണ് ഇനി ഇതിൽ നിർണായകമാകുന്നത്. മാർച്ചിന് വേണ്ടി തയ്യാറെടുത്ത പ്രിയപ്പെട്ടവരെ, തൽക്കാലത്തേക്ക് നിങ്ങൾ തൽക്കാലം ശാന്തരാകേണ്ടി വരും. കാരണം ഇപ്പോൾ പരാതിയില്ല എന്ന് ബിന്ദു മേനോൻ പറഞ്ഞ സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിനും കഴിയില്ല. പരാതി അങ്ങനെ ഒത്തുതീർപ്പായിരിക്കുന്നു. അതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കായിട്ട് മാറുന്നു. റോഷി, ഇതിപ്പോൾ ഒരു കുടുംബ വഴക്ക് മാത്രമായി തീരുന്നു. അതിൽ ഭർത്താവ് വിളിച്ച ഭാര്യയോട് സോറി പറയുന്നു. ഭാര്യ ആ സോറി ഇപ്പോൾ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിനെയോ വകുപ്പിനെയോ ഒന്നും കരിവാരിത്തേക്കാൻ താനില്ല എന്നാണ്
ബിന്ദു ഇപ്പോൾ പറയുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലത്തേതൊരു വൈകാരിക പ്രകടനം എന്ന നിലയിൽ മാത്രം പറഞ്ഞാൽ മതി, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇനി ബിന്ദു മേനോന് പരാതിയില്ല, കെ വി ഗണേഷ് കുമാറിന് പരാതിയില്ല, കെ വി ഗണേഷ് കുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരിക്ക് പരാതിയില്ല. ഇനിയിപ്പോൾ ആർക്കാ പരാതി എന്നൊരു ചോദ്യം പ്രധാനമായിട്ട് വരും. അതൊരു സദാചാര വിഷയം മാത്രമായി തീരും. അതാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയുകയുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് തന്നെ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് ഭാര്യയുടെ ക്ഷമ ചോദിച്ച് ആ വിഷയം തീർപ്പാക്കിയിരിക്കുന്നു. അങ്ങനെ